ഷബീർ, ഈ മുഴുവൻ പ്രതിഷേധക്കാരെയും പോലീസ് വണ്ടിക്കകത്താക്കിയോ? ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടോ? നാടകീയമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ നടക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പോലീസ് വാഹനം അത് തകർക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഡോറ് തകർത്തു. ഈ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രവർത്തകരെ മാത്രമാണ് അറസ്റ്റ് ചെയ്ത് വാനിനകത്തേക്ക് കയറ്റാൻ കഴിഞ്ഞത്. പക്ഷേ അവരെ പുറത്തേക്ക് ഇറക്കി പോലീസ് വാഹനം തടഞ്ഞുള്ള പ്രതിഷേധം. കൂടുതൽ പോലീസ് സേനാ വിന്യാസം ഇവിടെ ആവശ്യമായിട്ടുണ്ട്. കാരണം ഈ ഔദ്യോഗിക വസതിയുടെ മുൻപിൽ നിന്ന് കമ്മീഷൻ ഓഫീസിന്റെ ഭാഗത്തേക്ക് ഈ അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി വാൻ മൂവ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ വാൻ തകർക്കാനുള്ള നീക്കം നടന്നതെന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ചില പ്രതികരണം നമുക്ക് കേൾക്കാം. അത്രത്തോളം നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 35 മിനിറ്റിലധികം സമയമെടുത്തു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ആരോഗ്യ നാട്ടിലുണ്ടായിട്ടും പ്രതിഷേധങ്ങളെ പോലീസ് എങ്ങനെയാണ് നേരിടുന്നത് നിങ്ങൾ കണ്ടില്ലേ? വലിച്ചയച്ച് ക്രൂരമായി ലാത്തുകൊണ്ട് നേരിട്ടാണ് പോലീസ് പ്രവർത്തകരെ കെട്ടിക്കൊണ്ടുവന്നത്. തടയാൻ ശ്രമിച്ച പ്രവർത്തകരെ വണ്ടി കെട്ടിക്കൊല്ലാനാണ് ഈ കേരള പോലീസ് ശ്രമിക്കുന്നത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ പോയാൽ ചികിത്സ നിശ്ചയിച്ചുകൊണ്ട് ആളുകൾ മരിക്കുന്നു. സമരം ചെയ്യുന്നവരെ വണ്ടി കെട്ടിക്കൊല്ലാൻ കേരള പോലീസ് ശ്രമിക്കുന്നു. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം. ഈ സമരം തീരുന്നില്ല. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രാജിവെക്കുന്നവരെ ഇവിടെ ഉണ്ടാവും. ഈ സമരം അങ്ങനെ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിപ്പോൾ കണ്ടു യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് നേമം ഷജീറിന്റെ പ്രതികരണമാണ്. അതായത് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ നീക്കം പാളി എന്ന് വേണം പറയാൻ. കാരണം പോലീസ് വാഹനന്റെ ഡോർ തകർക്കുന്നു. മാത്രമല്ല ഈ പോലീസ് വാഹനം തടഞ്ഞുള്ള പ്രതിഷേധമടക്കം ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 35 മിനിറ്റിലധികം സമയം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും പ്രതിഷേധങ്ങളുടെ ഭാഗമായി നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതല്ല. കാരണം ഈ ഔദ്യോഗിക വസതിയിലേക്ക്, മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള മാർച്ചും പ്രതിഷേധ ധർണയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. റീത്ത് വയ്ക്കുന്നതും ഈ കരിങ്കൊടി കെട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കടന്ന് ഔദ്യോഗിക വസതിയുടെ വീടിന്റെ പ്രധാനപ്പെട്ട ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറുന്നു. ഔദ്യോഗിക വസതിക്കുള്ളിൽ കയറുന്നു. വലിയ പ്രതിഷേധം നടത്തുന്നു. 7 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോയതാണ്. ഒരുപക്ഷെ ഒരു 10 മിനിറ്റ് നേരത്തെ ആയിരുന്നുവെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് നേരക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായത്. കരിങ്കൊടി മാത്രമായിരുന്നില്ല, വാഹനം തെരഞ്ഞെടുക്കുമുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായേനെ. പക്ഷേ ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള വീഴ്ചകൾ ഇപ്പോൾ തന്നെ പറയപ്പെടുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കിയ സംഭവമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം കമ്മീഷൻ ഓഫീസിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം ദൂരമാണ് ഈ ഔദ്യോഗിക വസതി, ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്കുള്ളത്. അവിടെയാണ് ഈ പോലീസ് ഇന്റലിജൻസ് സംവിധാനങ്ങളടക്കം അറിയാതെ ഒരു പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്. മാത്രവുമല്ല ഏതെങ്കിലും തരത്തിൽ ഇതുവരെയും പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. വീണ്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തകരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള നേമം ഷജീർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരടക്കം പറഞ്ഞത് പിരിഞ്ഞു പോകൽ. ഇപ്പോൾ പോലീസുമായി കയ്യാങ്കളി, ഉന്തും തള്ളും അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസ് പരമാവധി ബലം പ്രയോഗിച്ച് ഇവരെ നീക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ കാര്യം പറഞ്ഞാൽ കഷ്ടമാണ്. കാരണം ഇന്റലിജൻസ് വീഴ്ച അടക്കം വരും മണിക്കൂറുകളിൽ വലിയ ചർച്ചയാകും. ബലം അങ്ങനെ സട്ടം വലിച്ചോട്ടോ. പ്രതിഷേധം തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിൽ നിന്ന് നടക്കുന്ന പ്രതിഷേധമാണ് കണ്ടത്. ഏതാണ്ട് കുറച്ചധികം സമയമായി പ്രതിഷേധം തുടങ്ങിയിട്ട് ഒരു വർക്കാപ്പുറത്ത് മന്ത്രിയുടെ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അവർ അവരുടെ വാതിലിന് മുന്നിൽ റീത്ത് വയ്ക്കുകയും ചെയ്തു. ഈ റീത്ത് വയ്ക്കുന്നതിനെയൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ന്യായീകരിക്കുന്ന കാഴ്ച കൂടിയുണ്ട്. OJ ജനീഷ് തന്നെ 24 പറഞ്ഞത് ഇതിൽ കൂടുതൽ പ്രതിഷേധമുണ്ടാകും എന്ന് തന്നെയാണ്. എന്നാൽ ഒരു വനിത എന്നുള്ള പരിഗണന പോലും മന്ത്രി കൊടുക്കുന്നില്ല എന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറി വി ജോയ് നമ്മോട് പറഞ്ഞത്. ഷെവീദ് റാവത്തർ വീണ്ടും ചെയ്തു. ഷെവീദ്, മുഴുവൻ പ്രതിഷേധക്കാരെ മാറ്റി വാഹനം കടന്നു പോവുകയാണോ? നിലവിൽ ഇപ്പോൾ ഏതാണ്ട് ഈ വലിയ വൈകാരികമായി പ്രതികരിച്ച പ്രവർത്തകരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നേമം ഷജീറിന്റെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ലഭിക്കും.
അദ്ദേഹവും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. എയർ ക്യാമ്പിലേക്കാണ് ഇവരെ കൊണ്ടുപോയെന്നുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് ഒരു രീതിയിലോ പ്രൊവക്കേഷൻ ഉണ്ടായിട്ടില്ല. ആരോഗ്യമന്ത്രിയുടെ വസതിയുടെ മുന്നിലാണ് നമ്മൾ ന്യായമായ സമരം ചെയ്തത്. ആ സമരം ചെയ്യുമ്പോഴാണ് പോലീസ് ഇത്രയും വലിയ ക്രൂരത കാണിച്ചത്. നിരവധി പ്രവർത്തകരെ രാത്രിയും തടിച്ചു, വണ്ടിക്ക് കൊല്ലാൻ ശ്രമിച്ചത്. ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പ്രവർത്തകരെ വിട്ടുതരാൻ വേണ്ടി ക്യാമ്പിലോട്ട് നമ്മൾ നീങ്ങുകയാണ്. ഈ സമരം ഇനിയും ശക്തമായ സമരമായി മുമ്പോട്ടും ഒരു തർക്കവുമില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നേമം ഷജീറിന്റെ പ്രതികരണമാണ്. എസ് കെ, നമുക്ക് ഈ റോഡിലാണ് നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറിയത്. തൊട്ടപ്പുറത്തേക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസായിരുന്നു. ഇപ്പോൾ കൂടുതൽ പോലീസ് ഇവിടേക്ക് വരുന്നുണ്ട്. കൂടുതൽ പോലീസ് സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷേ അത് ലേറ്റായി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ തലസ്ഥാന നഗരമാണ്, സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഒരു പരിസരമാണ്. അവിടെ ഇത്രയും വലിയൊരു ഇന്റലിജൻസ് വീഴ്ച അതുണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് കേവലം ഒരു പ്രതിഷേധ സമരമോ അല്ലെങ്കിൽ ഗേറ്റ് തടഞ്ഞുള്ള സമരമോ ഒന്നും ആയിരുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 7:10 എത്തുന്നു. 7 മണിയോടുകൂടി ആരോഗ്യമന്ത്രി പത്തനംതിട്ടയിലേക്ക് തിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നടത്തിയത് ഈ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള തൈക്കാട് ഹൗസിന്റെ ഗേറ്റ് തകർക്കുന്നു. ആ ഗേറ്റ് തകർന്ന് അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറിയുള്ള ഒരു പ്രതിഷേധം, ആ പ്രതിഷേധത്തെ ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധം അത് അതിരുവിട്ടു പോകുന്നത് അത് സ്വാഭാവികമായും ആരോഗ്യവകുപ്പിന്റെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണെന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് അക്കാര്യത്തിൽ ചില കാര്യങ്ങൾ ആലപ്പുഴയിലടക്കം നമ്മൾ കണ്ടതാണ്. ഒരു വാർത്താ സമ്മേളനത്തിനിടയിലേക്ക് കടന്നു കയറിയിട്ടുള്ള പ്രതിഷേധം, ബിനു ചുള്ളിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഏതായാലും ഇവിടെ അങ്ങനെയായിരുന്നില്ല. ഇവിടെ കുറച്ചുകൂടി നാടകീയമായിരുന്നു സംഭവങ്ങൾ. അങ്ങനെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുൻപിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നു. അതിനുശേഷം അവരെ ഗേറ്റ് തകർക്കുന്നു, ഗേറ്റിന് മുൻപിൽ റീത്ത് വെക്കുന്നു, കരിങ്കൊടി കെട്ടുന്നു. ശേഷം ഈ ഔദ്യോഗിക വസതിയുടെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഈ ഔദ്യോഗിക വസതിയുടെ ഗാർഡുമാർ മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ പോലീസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മളത് എടുത്തു പറയാനുള്ള കാരണം ഇവിടെ നിന്ന് ഏതാണ്ട് 50 മീറ്റർ മാത്രമാണ്, ഇവിടെ നിന്ന് നോക്കിയാൽ 30 മീറ്റർ മാത്രമാണ് കമ്മീഷണർ ഓഫീസ്. പക്ഷേ പോലീസ് സംവിധാനങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഏതാണ്ട് 30 മിനിറ്റോളം ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ നാടകീയമായ സംഭവങ്ങൾ, ബലം പ്രയോഗിച്ച് നീക്കാനുള്ള പോലീസ് നീക്കത്തെ 3 തവണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എതിർത്തു. അതിനുശേഷം ഈ പോലീസ് വാഹനത്തിന്റെ ഡോറ് തകർത്തു, അതേപോലെ പോലീസ് വാഹനം തടഞ്ഞു. അങ്ങനെ വലിയ നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കാൻ പോലീസിന് കഴിഞ്ഞതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വരും മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിട്ടുമുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആരോഗ്യവകുപ്പിൽ അടിക്കടി ഉണ്ടാകുന്ന വീഴ്ചയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പോലീസിനും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ ഒരു ഇത് പോലീസിനുമുണ്ട്. കാരണം ഇന്ത്യൻ സംവിധാനത്തിലെ വീഴ്ച അടക്കം അവർക്ക് വലിയ പ്രഷർ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ആ സാഹചര്യത്തിൽ പോലും പോലീസ് ഇക്കാര്യത്തിൽ സംയമനം പാലിച്ചു. ഉന്തും തള്ളും പലപ്പോഴും ഉണ്ടായി. പോലീസിന്റെ തൊപ്പി തള്ളിയിടുന്ന സാഹചര്യം ഉണ്ടായി, പോലീസിനെ പിടിച്ച് തള്ളുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകാതെ അതിപ്പോൾ ഏതാണ്ട് രംഗം ശാന്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ നിന്ന് കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കുറച്ചധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും അവിടേക്ക് പോകുന്നതടക്കം നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ തുടരുകയാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.